സംഗീതേട്ടാ ഹെൽത്ത് ഒക്കെ ഓക്കെ ആയോ സംഗീതന്റെ? അതെന്താ ജിംസിന്റെ ഹെൽത്ത് ഒക്കെ ഓക്കെ അല്ലേ? അത് ചോദിക്കണ്ടേ നമ്മള്? അറിയുന്ന ഒരാളെന്നുള്ള നിലയിൽ ഞാനത് ചോദിച്ചറിയണമല്ലോ. രക്ഷപ്പെട്ട് ചത്തിട്ടില്ല. മാത്യു പേടിച്ചു പോയാന്ന്? പേടിക്കാനോ, അവനല്ല എന്നെ രക്ഷിച്ചത്. എങ്ങനെയായിരുന്നു മാത്യു രക്ഷിച്ചത്? രക്ഷിച്ചു. എടാ ആ സീറ്റ് ബെൽറ്റ് ക്ലിക്ക് ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ നിന്റെ മേത്തായിരുന്നു. എന്റെ ഫസ്റ്റ് രക്ഷകൻ അർജുൻ ചേട്ടനാണ്. അർജുൻ അശോകൻ ഇങ്ങനെ തിരിഞ്ഞിട്ട് അല്ല പുള്ളി ഇട്ടിട്ടുണ്ട്. ഇവർ രണ്ടുപേരും ഫ്രണ്ട് സീറ്റില്ല, നമ്മള് ബാക്ക് സീറ്റിൽ ഇരിക്കുമ്പോ ബെൽറ്റ് ഇടില്ല. അപ്പൊ ഇവരെ രണ്ടുപേരും ക്ലിക്ക് സൗണ്ട്. അപ്പൊ ഞാൻ ഇവിടുന്ന് വലിക്ക, ബാക്കിൽ ജാമ വരുന്നില്ല ഈ സാധനം. എനിക്കാണെങ്കിൽ ബെൽറ്റ് ഇടണമൊന്നും ഇഷ്ടമേ അല്ല. മാത്യു അനാവശ്യമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവിടെ നിന്ന് കയറി വലിച്ചു കറക്റ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോ ഞാൻ നേരെ നോക്കുമ്പോ ഞാൻ കാണുന്നത് വണ്ടി പാളുന്നതാ. നേരെ ഒരു 2 സെക്കൻഡിനുള്ളിൽ വണ്ടി ഇടിച്ചു മറിഞ്ഞു. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്ന് അവസാനം അതേ എനിക്ക് ഓർമ്മയുള്ളൂ. ഞാൻ അർജുൻ ചേട്ടനും എയറില് ആ വണ്ടി ആരെങ്കിലും ഒന്ന് ഓഫ് ചെയ്യുന്ന പറഞ്ഞിട്ട് ഞങ്ങൾ നോക്കിയപ്പോ ഡ്രൈവർ ചേട്ടനൊന്നും കാണില്ല. പുള്ളി എങ്ങനെയോ രക്ഷപ്പെട്ടു. കൊറേ പേര് വന്ന് നേരെ ആക്കണമല്ലോ. പുറത്തേക്ക് എടുത്തപ്പോ ഞാൻ ഓക്കെയാണോ, വലിയ കുഴപ്പമൊന്നുമില്ല. നടന്ന് വണ്ടിയിൽ കയറി, ഇവനും ഓടി കയറി, എല്ലാരും കൂടി പോവാണ്. ഇപ്പോഴും എന്റെ ചോദ്യം എന്ന് പറയണത്, എന്റെ ടെൻഷൻ ഇതാ, ഇവര് റൊമാൻസ് ചെയ്യുന്നതിന്റെ ബാക്കി 10 ദിവസം കഴിഞ്ഞിട്ടുള്ളൂ ഷൂട്ട്. ഞാൻ ആലോചിക്കും ഞാൻ മാറൂടാ. ഹരിഹരസുധൻ എന്നാണ് ക്യാരക്ടറുടെ പേര്. അപ്പൊ ഹരിഹരസുധൻ ഇനി വേറെ ആളായിരിക്കും. സംഗീതത്തെ പേടിക്കേണ്ട, ആരും മാറ്റില്ല. സംഗീതത്തിന്റെ ഹെയർ സ്റ്റൈൽ മറ്റേ ബസ് കട്ടൊക്കെ പോലെ. അപ്പൊ അടുത്ത ദിവസം നോക്കുമ്പോ ഞങ്ങളുടെ റൈറ്റർ ബസ് കട്ടൊക്കെ ഞാനിപ്പോ ഉറപ്പിച്ചു നീ ആണല്ലോടോ എന്നെ ട്രോൾ ചെയ്യുന്നത്. ഞാനിത് അറിയാത്ത രീതിയിലൊക്കെ തോമസ് ഹെയർ സ്റ്റൈൽ ആടാ ഇന്നലെ അടിച്ചതാ. അത് ചോദിക്കണില്ല, ഉള്ളിൽ ഉറപ്പിച്ചല്ലോ ഇവനാണെന്നുള്ളത്. നന്നായിട്ട് ചെയ്യണോട്ടാ എല്ലാം